ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാഹ്, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും അതുപോലെ അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ മഴയൊക്കെ ഇന്ന് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലേ. ഒന്ന് നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പുറത്ത് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഓവർ എടുക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ മൈ ലൈഫാണ്. ഞങ്ങൾ നെസ്റ്റോ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് 15-ാം തീയതി എടുത്തതാണ്. കാരണം ഒരുവിധ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, നെസ്റ്റോയുടെ ഓഫർ ഉണ്ടായിരുന്നില്ല. നെസ്റ്റോയുടെ എല്ലാ ബ്രാഞ്ചിലും ഓഫർ ഉണ്ടായിരുന്നു. 15-ാം തീയതി വരെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. 14-ാം തീയതി ഞങ്ങൾ തലേദിവസമാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് അറിഞ്ഞത്. അപ്പോൾ പിറ്റേ ദിവസം പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ മോളും പിന്നെ വീട്ടിലുണ്ടായിരുന്നല്ലോ, എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് തിരിച്ചു പോകാൻ വേണം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തൃശ്ശൂർ പോയിട്ട് അങ്ങനെ അവളെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അവൾ ചാലക്കുടിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ മോന് പറഞ്ഞയച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവനക്കുള്ള ഇതൊക്കെ ഫുഡൊക്കെ റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവന് മിക്ക ദിവസം കൊണ്ടുപോവുക. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാണ്ടാവും, അവനക്ക് അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും ഈ രാത്രിയായിട്ട് നമ്മൾ രാവിലത്തെ എല്ലാം ദോശയാണ് എന്തെങ്കിലും ഇഡ്ഡലിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാത്രി അത് കണ്ടാൽ അതും അവൻ രാത്രി കഴിക്കും. അവനെ 3 നേരം അവൻ അതന്നെ കഴിക്കും. ആ ചോറിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം ഞാനാണ് ചീത്ത പറയുക. കാരണം ഇപ്പോൾ ആളൊന്ന് ക്ഷീണിച്ച് വരുന്നു, ഫുഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ടായിരിക്കും. ഒത്തിരി ഹൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ചോറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറയട്ടോ. ചോറ് കഴിച്ചില്ലെങ്കിൽ കേടാന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും. അപ്പം അങ്ങനെ ഇന്ന് അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആക്കുന്ന അവൻ കണ്ടിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ചോറ് വേണ്ട എന്ന് പറയുള്ളൂ. അപ്പം ഞാൻ അത് കിച്ചണിൽ വെച്ചിട്ട് തന്നെ ചോറും ഇതൊക്കെ ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചിട്ട്. അപ്പം ചട്നിയും കോഴിമുട്ടയാണ്. ആൾക്ക് കോഴിമുട്ട നല്ല ഇഷ്ടം. മീനൊന്നും കൂട്ടില്ലെങ്കിലും കോഴിമുട്ടയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് കംപ്ലീറ്റ് കഴിച്ചിട്ട് പോരുമ്പോൾ പരാതിയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഫുഡ് ആക്കലൊക്കെ കഴിഞ്ഞ് അവനെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവനെ പറഞ്ഞയച്ചിട്ടാട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസമാണ് നല്ല മഴയൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ ഞാൻ മഴയുള്ള ദിവസം തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നല്ലൊരു വെയിൽ കണ്ട കാരണമാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത്. ഉച്ചയ്ക്ക് എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ പോണ ദിവസത്തിൽ നല്ല മഴ പോണ സമയം വെച്ച് നല്ല മഴ ആയിട്ടാണ്. അപ്പോൾ പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുടിയൊക്കെ നന്നായിട്ട് അവളുടെ കൊഴിഞ്ഞു പോയിട്ട് തീരെ അവളായിട്ടൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല. അങ്ങനെ അവളെ സ്കിന്നോ അല്ലെങ്കിൽ ഹെയറോ ഒക്കെ അങ്ങനെ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഭയങ്കര മോഡലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നടക്കുക അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നുമില്ല. അതിനാകെ പഠിക്കുക, അങ്ങനത്തെ വായിക്കുക, ഈ ഒരു മൈൻഡ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം മുടി നന്നായിട്ട് ആളെ മുടി നീളമുണ്ട്, പക്ഷേ തിക്നെസ്സില്ല തീരെ. ഒക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ എന്താ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനെന്താ കാട്ടുന്ന എന്നൊക്കെ എളുപ്പമുള്ളതായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉലുവ പൊടിച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊടിച്ചിട്ട് നമ്മളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ഒരു പാത്രത്തിൽ 1 ടീസ്പൂണിന് ഇട്ട് വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും അതെന്തായാലും ഒന്ന് കുതിർന്നൊരു ചെറിയൊരു ജെല്ല് അല്ലെങ്കിൽ പേസ്റ്റ് പരുവത്തിലാവും. അപ്പോൾ നന്നായിട്ട് നൈസാക്കിയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ, തരി ഇല്ലാണ്ടായിട്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം, അല്ലെങ്കിൽ അത് അത്ര നൈസായിട്ട് പൊടിയില്ല, ഇങ്ങനെ ഇതായിട്ട് കിടക്കും. അങ്ങനെ തരിതരായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ജെല്ല് ഒരു തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. എന്തെങ്കിൽ തലയിൽ നന്നായിട്ട് തേക്കാൻ പാടില്ല, അല്ലെങ്കിൽ നല്ല നിറയും പൊടി ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇത് ചെറുതായിട്ട്, അതൊന്നും ഇപ്പോൾ അവളവിടെ ചെയ്യില്ലല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചു. അപ്പോൾ മാക്സിമം നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൊടിയും വെച്ചിട്ടുണ്ട്. പിന്നെ കടലമാവ് ഒരു പാത്രത്തിൽ അതും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഡപ്പയിലാക്കിയപ്പോൾ അവൾക്ക് ആ ഡപ്പാണ് സ്റ്റൈല് പോരാന്ന് പറഞ്ഞിട്ട് ഞാനത് വീണ്ടും മാറ്റി. അപ്പോൾ ആ നീല ഡപ്പയിൽ അവൾക്ക് മിക്സാക്കി വെക്കുകയും ചെയ്യല്ലോ. കാരണം ഹോസ്റ്റലിലാകുമ്പോൾ ഒന്നും നടക്കില്ലല്ലോ. ഇപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലത്തെ ചെയ്യുന്ന പോലെ ബുദ്ധിമുട്ടായി ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ അവൾ വൈകുന്നേരം വന്നിട്ടാണ് എണ്ണ കുളിക്കലൊക്കെ കോളേജ് കഴിഞ്ഞ് വന്നിട്ടാണ്. അപ്പം ഞാൻ എണ്ണ തേക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു അടപ്പിൽ നീ 1 ടീസ്പൂൺ ഇങ്ങനെ എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചോ. എന്നിട്ട് എണ്ണ തേക്കാൻ പോയി വരുമ്പോഴത്തേനും അരമണിക്കൂർ ഇത് ശരിയാവും. അപ്പോൾ അതിൽ തന്നെ കടലമാവ് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഷാമ്പൂവിന് പകരം ഇതാണ്ട് ഉപയോഗിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ടല്ലാണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലാകുമ്പോഴല്ലേ
നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാനതൊക്കെ റെഡിയാക്കിയിട്ട് കൊടുത്താട്ടോ. ഇപ്പം ഞാനിവിടെ മുന്നൊരു വീഡിയോ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ ചെമ്പരത്തിലെ ഇലയും പൂവും ഒക്കെ കൂടെ അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിക്സാക്കിയിട്ട് അരച്ചെടുത്തിട്ട് അതിലും ഈ ഇത് ഇങ്ങനെ മിക്സാക്കാം കേട്ടോ, ഈ കടലമാവ്. അപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് ഇതുപോലെ മോൾക്ക് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് ആ മിക്സ് കാണിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിയും ഫുഡ് കഴിക്കലും നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോകും. പിന്നെ ഉച്ച നല്ല മഴയും പെയ്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. ഇതാണ് നമ്മൾ ഐസ്ക്രീം ഫാക്ടറി. ഇതാണ് ഐസ്ക്രീം ഫാക്ടറി, ഉണ്ടല്ലോ ബോർഡ്. അങ്ങനെ ഞങ്ങൾ ബസ്സിനാട്ടോ പോകുന്നത്. കാരണം ഞങ്ങളെ വണ്ടി ഇവിടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത്. അപ്പോൾ നല്ല മഴ പെയ്തിട്ട് കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഒരു കുടയുണ്ട്. അപ്പോൾ അങ്ങനെ മോളും പിന്നെ മഴയുള്ള കാരണം അവൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പിന്നെ അവൾ പറഞ്ഞു നല്ല മഴയല്ലേ, ഇവിടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകണത് അറിയില്ല. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും ഇനി അവിടെ എത്താൻ. പിന്നെ 6 മണി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് പെൺകുട്ടികൾ പോകുന്ന അവരെ 6 മണി കഴിഞ്ഞാൽ കയറ്റില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇറങ്ങില്ല, ഞങ്ങൾ മാത്രമേ ഇറങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ പോയി. അപ്പം ഞങ്ങൾ നടന്നിട്ട് അങ്ങനെ വരിക കേട്ടോ. നല്ല രസം അങ്ങനെ മഴയത്ത് വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നല്ല തിരക്കെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യം പറയും നെസ്റ്റോയിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട്, ഇവിടെ എടപ്പാളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയും ക്യൂ ആയിട്ട് ഇത്ര റഷ് നിൽക്കുന്നത് കണ്ടിട്ടില്ല. കാരണം ബില്ലടിക്കുന്നത് ഇത്രയും ക്യൂ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ ഗൾഫിലാണ്, അവിടെ ഖത്തറിലായാലും മറ്റേ ഇവിടെയൊക്കെ സഫാരി മാളിലൊക്കെ ഖത്തറിൽ വ്യാഴാഴ്ച പോയിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂ ആണ് ഈ ബില്ലടിക്കുന്നിടത്ത്. അതുപോലെ തന്നെ UAE പോയിട്ടുണ്ടെങ്കിലും കാണാം. പക്ഷേ ഇത്രയും എന്താ പറയുക, ആദ്യമായിട്ടാണ് നാട്ടിലെ നെസ്റ്റോയിൽ ഇങ്ങനെ തിരക്കാണ്. അത്രയും കാരണം ഓഫറുണ്ട്, നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഓഫറുണ്ട്. അപ്പം പിന്നെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ പറയുകയാണ് ചില സാധനങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവർ ഇന്ന് കഴിഞ്ഞില്ല ഓഫർ, ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ, അതുകൊണ്ട് കഴിഞ്ഞതാണെന്നൊക്കെ ഇട്ടവർ പറയുന്നത്. അച്ചാറിൻ്റെ ഒക്കെ അടിപൊളി വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തലശ്ശേരി അങ്ങനെ കല്യാണ അച്ചാറെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാത്തിലും മാങ്ങയിലും നാരങ്ങയിലും പിന്നെ ചമ്മന്തിപ്പൊടികളും അങ്ങനെ നമുക്ക് എടുത്ത് പറഞ്ഞാൽ തീരില്ല, അത്രയധികം നല്ല ഓഫറുണ്ട്. സാധനങ്ങൾ എന്തായാലും അവിടെ ഉണ്ട്. ഓഫർ ഇപ്പോൾ 15-ാം തീയതി കൂടെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതിൽ കാണുന്ന ഒരു അച്ചാറിന് എത്ര 50 എത്രയാണ്ട് ഉള്ളൂ കേട്ടോ, 54 അങ്ങനെ എന്തോ റേറ്റ് 60 ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതാട്ടോ ഒരെണ്ണം എടുത്തത്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുന്നിട്ട് ഇപ്പോൾ ഇതാ ഒരാഴ്ച ആയിട്ടില്ല, അപ്പോൾ ഇതിന് അത് കഴിയാറായി. അത്രയും നല്ല ടേസ്റ്റുള്ള അച്ചാറുകളുണ്ടായിരുന്നു കേട്ടോ. 49 രൂപ അങ്ങനെയൊക്കെ ഇത് വരുന്നുള്ളൂ. അപ്പോൾ നല്ല ഒരുപാട് ഈ സംഭവങ്ങളൊക്കെ എന്തായാലും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഓഫർ കഴിഞ്ഞ കാരണം ഇനിയിപ്പോൾ കുറച്ചും കൂടെ റേറ്റും കൂട്ടിയിട്ടുണ്ടാവും. നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോംബോ നട്ട്സും കാര്യങ്ങളും അങ്ങനെ റൈസിൻസിൻ്റെ കോംബോ ഉണ്ട്, നട്ട്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് റൈസിൻസൊക്കെ കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും എടുത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പോയിട്ടാ. പിന്നെ ഓയിലിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. എത്ര 90 അവിടെ 99 ആട്ടോ എല്ലാതും ഓഫറുള്ളത് ഒക്കെ 99 അപ്പോൾ ഓയിലിനും അങ്ങനെ 99 ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്ര നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് നല്ല തിരക്കായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 149 ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓയിലൊന്നും എടുത്തില്ല. പിന്നെ കുറേ ഈ സ്നാക്സ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അവക്കാഡോ കണ്ടപ്പോൾ അതുപോലെ നല്ല ഓഫർ തന്നെ കണ്ടപ്പോൾ അവക്കാഡോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ദിവസമായി അവക്കാഡോ മേടിക്കണം, ജ്യൂസ് അടിക്കണം എന്നൊക്കെ ഇങ്ങനെ അതിലെടുത്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ പ്രഗ്നൻസി ടൈമിൽ അവക്കാഡോ നല്ലതാണ് കുട്ടിക്ക് അങ്ങനെയൊക്കെയാണ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ പറയും. പക്ഷേ അവക്കാഡോ ഒക്കെ നോക്കിയാൽ നല്ല റേറ്റാണ് ഉണ്ടാവും നമ്മളെപ്പോഴും ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ 149 50 അങ്ങനത്തെ റേറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട്. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ
മല്ലിക മാങ്ങ അങ്ങനെ എന്തുകൊണ്ട് പേരായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വയനാട്ടിൽ ഉണ്ടായിരുന്നു 2-3 മാസം. അപ്പോൾ അവിടെ അവരായിട്ട് ഞാൻ ഈ മല്ലിക മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അത് എവിടെയെന്ന് എനിക്കറിയില്ല, തമിഴ്നാട്ടിലൂടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഞങ്ങൾ മുത്തങ്ങ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ഞങ്ങൾ പോയിട്ട് അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല താഴെയായിട്ടാണ് മാവൊക്കെ ഇങ്ങനെ, നല്ല ഹൈറ്റ് കുറവ് മാവും താഴെ മാങ്ങൊക്കെ ആയിട്ടിട്ടാണ്. അത് മുന്നത്തെ ഒരു വീഡിയോയിലുണ്ട് എൻ്റെ കാണാത്തവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ മാങ്ങയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് സ്മെല്ല് കണ്ടപ്പോൾ ഞാൻ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേലെ പോയിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ബൾബിൻ്റെ ഇത് ഉണ്ടായിരുന്നു, ഓഫർ ഉണ്ടായിരുന്നു. 3 എണ്ണം 99 ആണ് എന്താണ്ട് ഓഫർ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. കാരണം നമുക്ക് ഓൾറെഡി എല്ലാ സ്ഥലത്തും ബൾബ് ഉണ്ട്, എന്നാലും ഒരു റൂമിൽ തന്നെയായിട്ട് എക്സ്ട്രാ 2 എണ്ണമൊക്കെ കിടക്കില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് അവിടെ ഇടാലോ, എന്താ വെച്ചാൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 എണ്ണം വാങ്ങിച്ചിട്ടാണ്. അല്ലെങ്കിലും ഒരെണ്ണം 99 നല്ല ഓഫറിലുണ്ട്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, പല ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. കാരണം ഇതും നല്ലൊരു ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇത് ഒരെണ്ണത്തിന് 99 ആണ് എന്താണ്ട് ഓഫറാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിയാട്ടോ, വെറുതെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് വീഡിയോ എടുത്ത്. ഞങ്ങൾ എടുത്തില്ല കേട്ടോ പാനസോണിക്കിൻ്റെ, ഞങ്ങൾ ഓൾറെഡി 3 എണ്ണം എടുത്ത കാരണം പിന്നെ എടുത്തില്ല. പിന്നെ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും അതുപോലെ എല്ലാ സംഭവങ്ങളും, പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ അഡീഷണൽ 99 രൂപയ്ക്ക് വേറെ എന്ത് എയർ ഫ്രയറോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ സെക്ഷനിലേക്കൊന്നും നോക്കില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട, ചെറിയ ഐറ്റംസൊക്കെ അത് വാങ്ങാൻ എന്നിട്ട് പോയതാണ്. അപ്പം പ്ലേറ്റ് കണ്ടപ്പോൾ മുത്ത് പറഞ്ഞ് നോക്കി നല്ല ഭംഗിയുള്ള പ്ലേറ്റ്. പക്ഷേ ഇതൊക്കെ പ്ലാസ്റ്റിക് പോലെയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കഴിക്കും, പക്ഷെ പ്ലാസ്റ്റിക് ഇതിങ്ങനെ ഇതാക്കില്ലല്ലോ, ആരും അങ്ങനെ പ്രിഫർ ചെയ്യില്ലല്ലോ. പക്ഷെ ഒരു കൗതുകത്തിനൊക്കെ ആയിട്ട് വാങ്ങാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും, നല്ല ഭംഗിയുണ്ട്, ഡിസൈൻസൊക്കെ നല്ല രസമുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പം ഞാൻ വെറുതെ എടുത്ത് നോക്കിയാണ്. അത് സ്റ്റീലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിയായിരുന്നു. എനിക്ക് ഫൈബർ ഒന്നും അങ്ങനെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യാനൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഫുഡ് ഐറ്റംസിലൊന്നും അങ്ങനെ കഴിക്കാനൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ നല്ല ഭംഗിയുള്ള നമ്മളെ വെജിറ്റബിൾസും ഒക്കെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ ഉള്ള പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തന്നെ വെറുതെ എടുത്ത് നോക്കിയെന്നുള്ളൂ. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റിൻ്റെ ഓഫർ ഉണ്ട്. ഇതിലൊക്കെ ഈ ഹാങ്കറും അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ 99 ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. പിന്നെ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹെഡ്സെറ്റ് നെക്ക് ബാൻഡുള്ള ഹെഡ്സെറ്റ് നല്ല ഓഫറിൽ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയില്ല, അപ്പോൾ എല്ലാ ഫ്ലോറിൽ ഇങ്ങനെ കീറി നടന്ന് എല്ലാ സ്ഥലത്തും നടന്നപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റഡും ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് കഴിക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് താഴത്തു നിന്ന് എല്ലാം വാങ്ങിച്ചിട്ട് വേണം പോയിട്ട് മുകളിലിരുന്ന് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വന്ന് വൈകുന്നേരം ഒരു 6:30 ആയിട്ടോ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഉള്ള അവസ്ഥയാണിത്. എന്താ വെച്ചാൽ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തൊക്കെയായിട്ട് പിന്നെ വഴി കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചെറിയൊരു മുറ്റല്ലുള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് കറണ്ടിൻ്റെ അപ്പുറത്തേക്ക് പോണ കേബിളില്ല, അതിൻ്റെ സർവീസുകാരൻ്റെ മുകളിൽ അങ്ങനെ തേക്കിൻ്റെ മരം വീണിട്ടോ. അപ്പോൾ അതങ്ങനെ കിടക്കണ്ടപ്പോൾ പൊട്ടി വീണിട്ടുണ്ടെങ്കിലും അപകടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ KSB വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊരു വന്നൊന്നുമില്ല. ഇത് പിറ്റേ ദിവസത്തെ, ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ 3 പ്രാവശ്യം KSBക്ക് വിളിച്ചിട്ട് നല്ല ചീത്ത പറഞ്ഞു കേട്ടോ. കാരണം അത് എപ്പോഴാണ് അത് പൊട്ടി വീട് താഴെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വീഴുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി നിൽക്കുന്നിടത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു മഴ കാരണം. അപ്പോൾ അതിലെങ്ങാനും കേബിൾ കിടക്കുന്നുണ്ടോ, പൊട്ടി വീഴണോ, കിടന്നിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കില്ല. അപ്പോൾ അതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് മോനൊക്കെ രാത്രി വരുമ്പോൾ ഞങ്ങൾ ബാക്കിൽ കൂടെ വരുത്തിയിരുന്നു കേട്ടോ. ഫ്രണ്ട് സൈഡിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ഇവിടെ ഈ വഴിയിൽ വീണാണെങ്കിലും കാര്യം എല്ലാവരും നടന്നു പോകണം, പൊതുവഴി പോലെയാണെങ്കിൽ ആ സൈഡിൽ. പക്ഷെ ആരും ഇത് ഇതാക്കാനൊന്നും വന്നില്ല. അവർ എന്നിട്ട് കറണ്ടിൻ്റെ ആൾക്കാർ അവർ ആ കേബിൾ വന്ന് വെട്ടിയിട്ടിട്ട് ആ വഴിക്ക് ഇട്ടിട്ടുണ്ട് പോയിട്ടാണ്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഒതുക്കുകയാണ് ചെയ്തത്. മോന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, കാരണം അത്രയധികം
വലിയ കൊമ്പാണ് വീണിട്ട്. അത്രയും അധികം കൊമ്പും ചില്ലലുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ആരും ആ വഴിക്കൊന്നും ആരും വന്നിട്ട് ഒന്ന് എടുത്തിടുക അതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളിത് പിറ്റേ ദിവസം ഇതുപോലെ മോന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മുത്തും പിന്നെ മോനും കൂടിയിട്ടായിട്ട്, ഞാൻ വെട്ടാനൊന്നും കൂടിയില്ല, കാരണം എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. കണ്ട അവരിത് കേബിൾ മന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇപ്പോൾ ഈ വഴി മൊത്തം ബ്ലോക്കായിപ്പോയി. ഒന്ന് ആ സൈഡും 2 സൈഡും മതിലിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ആർക്കും ഇതിനെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വഴിയിൽ ഇതിന് കിടക്കുന്നുണ്ടപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ തൊട്ടടുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇറങ്ങിയിട്ട്, അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേച്ചിയും കൂടെ വന്നിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് ഇതാക്കി തൽക്കാലം. കാരണം ഈ വലിയ കൊമ്പ് ഞങ്ങളെ വീടിൻ്റെ സ്ലാബിൻ്റെ മുകളിലാണ് കിടക്കുന്നതായിരുന്നു. പിറ്റേ ദിവസം കുറച്ച് വെയിലുണ്ടായിരുന്നു രാവിലെ, അപ്പോൾ അതുകൊണ്ട് എന്നെ അത് ചെയ്യാൻ നിന്നിട്ടാ. പിന്നെ അവിടെ ഈ ഷീറ്റിൻ്റെ പാത്തിയുടെ ഒരു ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല ഫ്രഷ് വെള്ളം, നല്ല ക്ലീനായി കിടക്കില്ല. അപ്പോൾ വെള്ളം ഞങ്ങളിപ്പോൾ ഈ ടാങ്ക് ഇത് ഷീറ്റും വന്ന് അത് വെച്ചിട്ട് ടാങ്കിലേക്ക് കെട്ടി ഫിൽറ്റർ ചെയ്ത പോലെ ആയിട്ട് എടുത്തിട്ടാണ് അപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. കുടിക്കാനല്ല കേട്ടോ, ഞങ്ങൾ ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അത് വീണിട്ടുള്ളൊരവസ്ഥ. ഞങ്ങളെ വഴി ആ സൈഡിൽ പോണ വഴി കണ്ടില്ലേ, അപ്പോൾ ആ വഴി മൊത്തം അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതിങ്ങനെ കുറേശ്ശെ വെട്ടി വൃത്തിയാക്കി ഇതാക്കിയിട്ട്, കാരണം ആൾക്കാർക്ക് നടന്നു പോകണ്ടേ, നമുക്ക് വഴി ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അടഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ. ഇപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ഇപ്പോൾ ഇതെല്ലാം അത്രയും വലിയ കൊമ്പായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി ആഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഈ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വഴിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇത് വലിയൊരു മരം, ഒരു കൊമ്പ് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കത് പൊക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അത്ര വെയിറ്റ് ഉണ്ട് അത്. അവരെ എന്തോ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു വെച്ച് പിടിപ്പിച്ചിട്ടുള്ള എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ അതിനടിയിൽ ഒടിഞ്ഞെടുക്കും. ഇനി അത് നമുക്കത് കിടക്കാൻ പറ്റില്ല. ആ വീട്ടിൽ വന്നിട്ട് വേണം അതവിടുന്ന് വെട്ടി മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ലാബൊക്കെ ഇങ്ങനെ ആടായിരുന്നു, ചെരിഞ്ഞ പോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.